നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസ ലോകത്തെ വാർത്തകൾ ഒറ്റനോട്ടത്തിൽ. കുവൈറ്റിൽ കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി കോവിഡ് കേസുകളിൽ നേരിയ വർധനയുണ്ടായെന്നും യൂറോപ്യൻ രാജ്യങ്ങളിൽ നിന്നും വരുന്ന കുവൈറ്റുകളിലാണ് കൂടുതൽ കോവിഡ് കേസുകൾ കാണുന്നതെന്നും ആരോഗ്യമന്ത്രി ഡോക്ടർ ബാസിൽ അബ്ബാസ് പറഞ്ഞു. അദാൻ ആശുപത്രിയിൽ സന്ദർശനത്തിന് എത്തിയതായിരുന്നു മന്ത്രി. രാജ്യത്ത് കൂടുതൽ ഒമിക്രോൺ കേസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും കണ്ടെത്തിയ ഒരാൾ ക്വാറന്റൈനിൽ കഴിയുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. രാജ്യത്ത് കോവിഡ് സാഹചര്യം നിയന്ത്രണ വിധേയമാണ്. രാജ്യത്തെയും ആഗോളതലത്തിലെയും സ്ഥിതി സൂക്ഷ്മമായി നിരീക്ഷിക്കുന്നുണ്ട്. ആരോഗ്യ സുരക്ഷാ മാർഗനിർദ്ദേശങ്ങൾ പാലിക്കുന്നതിൽ കണിശത പുലർത്തണമെന്നും ഡോക്ടർ ബാസിൽ അബ്ബാസ് പറഞ്ഞു. കുവൈറ്റിൽ വിദേശികൾക്ക് 2-ൽ കൂടുതൽ വാഹനങ്ങൾ സ്വന്തമാക്കുവാൻ അനുമതി നൽകരുതെന്ന് അബ്ദുള്ള അൽ തുറൈജി MP. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പാർലമെന്റിൽ കരട് നിർദ്ദേശം സമർപ്പിച്ചു. രാജ്യത്തെ രൂക്ഷമായ ഗതാഗതക്കുരുക്ക് കുറയ്ക്കാൻ വാഹനപ്പെരുപ്പം നിയന്ത്രിക്കുകയല്ലാതെ വഴികളില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. വാഹനങ്ങളുടെ അനധികൃത വിൽപ്പന വിലക്കണം. കുവൈറ്റുകൾക്ക് 2-ൽ കൂടുതൽ വാഹനം വേണമെങ്കിൽ ഗതാഗത വകുപ്പിൽ നിന്ന് പ്രത്യേക അനുമതി വാങ്ങണം. അതേസമയം ചില വിദേശികൾ 50-ലേറെ വാഹനങ്ങൾ ഉടമപ്പെടുത്തിയതായി ഗതാഗത വകുപ്പ് കണ്ടെത്തിയിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് ഇല്ലാത്ത വിദേശികളുടെ പേരിലും വാഹനങ്ങൾ രജിസ്റ്റർ ചെയ്തതായി കണ്ടെത്തിയിട്ടുണ്ട്. ഇന്ത്യയിൽ നിന്ന് കോവാക്സിൻ സ്വീകരിച്ച് സൗദിയിലേക്ക് പ്രവേശിക്കുന്നവർക്ക് സൗദി ആരോഗ്യ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യാനാകും. ഇങ്ങനെ രജിസ്റ്റർ ചെയ്യുന്നവർക്കും തവൽക്കന ആപ്പിൽ ഇമ്മ്യൂൺ സ്റ്റാറ്റസ് ആവുന്നുണ്ട്. ഫൈസർ, മൊഡേണ, ജോൺസൺ ആൻഡ് ജോൺസൺ, ആസ്ട്രാസെനക, കോവിഷീൽഡ് എന്നീ വാക്സിനുകളാണ് സൗദിയുടെ അംഗീകൃത പട്ടികയിലുള്ളത്. ഇതിനു പുറമെ സിനോഫാം, സിനോവാക്, കോവാക്സിൻ എന്നിവ സ്വീകരിച്ചവർക്കും സൗദിയിലേക്ക് പ്രവേശനത്തിന് അനുമതിയുണ്ട്. എന്നാൽ കോവാക്സിൻ സ്വീകരിച്ചവർക്ക് വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിന് സൗദി ആരോഗ്യ മന്ത്രാലയത്തിൽ രജിസ്റ്റർ ചെയ്യാനുള്ള സൗകര്യം ഇപ്പോഴാണ് നിലവിൽ വന്നത്. ഇന്ത്യയിൽ നിന്ന് കോവാക്സിൻ എടുത്ത് സൗദിയിലെത്തിയവർക്കും ഈ രീതിയിൽ തവൽക്കനയിൽ രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. സന്ദർശന വിസയിൽ എത്തിയവർക്ക് അവരുടെ പാസ്പോർട്ട് നമ്പർ, ബോർഡർ നമ്പർ എന്നിവ ഉപയോഗിച്ച് വാക്സിനേഷൻ വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യാനാകും. സൗദി അറേബ്യയിലേക്ക് വരുന്ന വിദേശികളിൽ 12 വയസ്സിന് മുകളിലുള്ള മുഴുവൻ തീർത്ഥാടകർക്കും ഉംറ നിർവഹിക്കാൻ അനുമതി. വിവിധയിനം വിസകളിൽ വരുന്നവർക്ക് ഈ പ്രായത്തിന് മുകളിലുള്ള എല്ലാവർക്കും ഉംറ പെർമിറ്റുകൾ അനുവദിക്കുമെന്ന് ഹജ്ജ് ഉംറ മന്ത്രാലയം അറിയിച്ചു. 18 മുതൽ 50 വരെ പ്രായ വിഭാഗത്തിൽപ്പെട്ടവർക്ക് മാത്രമാണ് നേരത്തെ ഉംറ നിർവഹിക്കാനും മക്ക ഹറമിൽ നമസ്കാരങ്ങളിൽ പങ്കെടുക്കുവാനും മന്ത്രാലയം പെർമിറ്റുകൾ അനുവദിച്ചിരുന്നത്. അടുത്തിടെ ഉയർന്ന പ്രായപരിധി റദ്ദാക്കിയിരുന്നു. ഇതോടെ വിദേശങ്ങളിൽ നിന്ന് വരുന്ന 50-ൽ കൂടുതൽ പ്രായമുള്ളവർക്കും ഉംറ നിർവഹിക്കാനും ഹറമിൽ നമസ്കാരങ്ങളിൽ പങ്കെടുക്കുവാനും പെർമിറ്റുകൾ ലഭിച്ചു തുടങ്ങി. വിദേശങ്ങളിൽ നിന്ന് വരുന്ന 18-ൽ കൂടുതൽ പ്രായമുള്ളവർക്കാണ് പെർമിറ്റുകൾ അനുവദിച്ചിരുന്നത്. വിദേശ രാജ്യങ്ങളിൽ നിന്ന് സൗദി അറേബ്യയിലേക്ക് പ്രവേശിക്കുന്നതിന് നിർബന്ധമാക്കിയിരുന്ന COVID-19 PCR ടെസ്റ്റിൽ നിന്ന് സ്വദേശികളുടെ വിദേശികളായ പങ്കാളികളെ ഒഴിവാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. ഇവർക്ക് പുറമെ വിദേശത്തു നിന്ന് വരുന്ന സ്വദേശി പൗരന്റെ കുട്ടികൾക്കും മാതാപിതാക്കൾക്കും PCR ടെസ്റ്റിന്റെ ആവശ്യമില്ല. സ്വദേശികളോടൊപ്പം സൗദിയിൽ പ്രവേശിക്കുന്ന വീട്ടുജോലിക്കാരെയും നിർബന്ധിത പരിശോധനയിൽ നിന്ന് ഒഴിവാക്കിയതായി ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു. വിദേശത്തു നിന്ന് വരുന്നവർ രാജ്യത്തേക്ക് പ്രവേശിക്കുന്നതിന്റെ 72 മണിക്കൂർ മുൻപ് കോവിഡ് PCR പരിശോധന നടത്തി നെഗറ്റീവ് ഫലം കൈവശം കരുതണമെന്നായിരുന്നു നിയമം. ഈ നിബന്ധനയിൽ നിന്നാണ് മേൽ സൂചിപ്പിച്ചവരെ ഒഴിവാക്കിയതായി അധികൃതർ അറിയിച്ചത്. അതേസമയം രാജ്യത്ത് കോവിഡ് വാക്സിനേഷൻ ആരംഭിച്ചതിനു ശേഷം 48.2 ദശലക്ഷത്തിലധികം പേർക്ക് വാക്സിനേഷൻ നൽകിയതായി അധികൃതർ അറിയിച്ചു. ഒമാനിൽ ആരാധനാലയങ്ങളിലും പൊതുസ്ഥലങ്ങളിലും ഹാളുകളിലും വിവാഹാഘോഷങ്ങളും മരണാനന്തര ചടങ്ങുകളും മറ്റു പരിപാടികളും വിലക്കി സുപ്രീം കമ്മിറ്റി ഉത്തരവ്. ബുധനാഴ്ച മുതലാണ് തീരുമാനം പ്രാബല്യത്തിൽ വന്നത്. ഇനിയൊരു അറിയിപ്പുണ്ടാകുന്നതുവരെ ഈ നിയന്ത്രണം തുടരും. പൊതുസ്ഥലങ്ങളിൽ ഒത്തുകൂടാനും പരിപാടികൾ സംഘടിപ്പിക്കാനുമുള്ള വിലക്ക് ഇപ്പോഴും നിലനിൽക്കുന്നതായും സുപ്രീം കമ്മിറ്റി പ്രസ്താവനയിൽ അറിയിച്ചു. രാജ്യത്ത് 2 ഒമിക്രോൺ കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുകയും 12 പേർക്ക് പുതിയ വകഭേദം സംശയിക്കുന്നതായി ആരോഗ്യമന്ത്രി വ്യക്തമാക്കുകയും ചെയ്ത സാഹചര്യത്തിലാണ് നടപടി. ഇതിന് പിന്നാലെയാണ് സുപ്രീം കമ്മിറ്റി നിയന്ത്രണങ്ങൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുവൈറ്റിൽ ഊഹ കമ്പനികളിൽ ജോലി ചെയ്യുകയും വിസ കച്ചവടക്കാരിൽ നിന്ന് വിസ വാങ്ങുകയും ചെയ്യുന്ന നിയമവിരുദ്ധ തൊഴിലാളികൾക്കെതിരെ കർശന നടപടിയെടുക്കുവാൻ മാൻപവർ അതോറിറ്റി നിർദ്ദേശിച്ചു. വിസ കച്ചവടത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ബിസിനസ് ഉടമകളെ പിടികൂടാൻ പുതിയ സംവിധാനം ആരംഭിച്ചിട്ടുണ്ട്. ഫയലുകളുടെ ഇൻവെന്ററി പരിശോധിക്കുകയും ഈ പുതിയ സംവിധാനം കമ്പനി ലൈസൻസും ഫയലുകളും ലംഘിക്കുന്നവരെ കണ്ടെത്തുമെന്ന് വൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടി. സ്പോൺസർഷിപ്പിൽ ഇല്ലാത്ത തൊഴിലാളികളെയും താമസം പുതുക്കാത്ത പ്രവാസികളെയും നിയമിക്കുന്നതിലൂടെ രേഖപ്പെടുത്തിയ ലംഘനങ്ങൾ പുതിയ സംവിധാനം വെളിപ്പെടുത്തുന്നു. ലംഘനം പരിശോധിച്ചതിനു ശേഷം കമ്പനിയുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുകയും അതിന്റെ ഉടമയ്ക്കെതിരെ നിയമപരമായ നടപടികൾ സ്വീകരിക്കുകയും ചെയ്യും. ന്യൂസ് ഡെസ്ക് പ്രവാസി.